എണീറ്റില്ലല്ലോ. വിളിക്ക്. കടിക്കി കടിക്കി. എന്തല്ലോ ലീവാക്കാനാ? അച്ഛന് പ്രാന്ത. കടിക്കി കൈക്ക് കടിക്കി. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നേരം വെളുത്തെങ്കിലും ഇവിടെ ഒരാൾക്ക് ഇപ്പോഴും തല പൊന്തിക്കാനായിട്ടില്ല കേട്ടോ. എങ്ങനെ പൊന്താനേ, ഇന്നലെ എത്രയോ ലേറ്റ് ആയിട്ടാണ് വന്ന് കിടന്നുറങ്ങിയത്. അതിൻ്റെ ക്ഷീണമാണ് ആ ഉറങ്ങി തീർക്കുന്നത്. പക്ഷേ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? സ്കൂൾ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ വരെ അല്ലുവിനെ കൊണ്ടാക്കാൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് ഞങ്ങൾ സമ്മതിച്ചില്ല. വിളിച്ച് വെറുപ്പിച്ചിട്ടായാലും ആളെണീപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് കരുതിയത്. ഒരു ബിസി ഡേ ആണ് ഇന്ന്, കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി ഞാൻ. പക്ഷേ രാവിലെ തന്നെ നല്ല 8ന്റെ പണി കിട്ടി. രാവിലെ തന്നെ ഗ്യാസ് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയായിരുന്നു. അപ്പോൾ കടലക്കറിയായി, പുട്ടായി, കുറച്ചും കൂടെ ആക്കാനുണ്ടായിരുന്നു. അല്ലുവിനുള്ള പാല് തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചതും ഗ്യാസ് കഴിഞ്ഞ് കിട്ടി. ഇനി അത് വരണമെങ്കിൽ ഏകദേശം ഒരു 9:30 ഒക്കെ ആവും. നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ട് ഓൾറെഡി സിലിണ്ടർ ഉണ്ടാവാറുണ്ട്, ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവലില്ല. പക്ഷേ ഈ പ്രാവശ്യം സിലിണ്ടർ വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പണിയാണ് ഇന്ന് രാവിലെ തന്നെ കിട്ടിയത്. ബൈ. മതി. ശരി ശരി. അപ്പോൾ അല്ലുവിനെ പറഞ്ഞു വിട്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നു. ഇനിയിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഇന്ന് ദേവുവിൻ്റെ കൂടെ ഇന്ന് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം വേഗം കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് പണികളെല്ലാം തീർത്ത് ഒരു 11:30 ആകുമ്പം ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച് വെച്ച ഷെഡ്യൂൾ മൊത്തം ഇന്ന് മാറിപ്പോയി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു, ഞാനില്ല, നിന്ന് തനിച്ച് പോയിക്കോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു സങ്കടം, നമ്മുടെ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഓടിച്ചാടി മുന്നിൽ വരുന്ന ആളാണ്. അപ്പോൾ അവൾക്കൊരാവശ്യം വരുമ്പോൾ എങ്ങനെയാണ് പോകാണ്ടിരിക്കുക എന്ന് കരുതി ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു വരാമെന്ന്. അങ്ങനെ പോകാൻ തന്നെ തീരുമാനിച്ചു. ഇനിയിപ്പം സിലിണ്ടർ വന്നിട്ട് ബാക്കി കുക്കിംഗ് ഒക്കെ തുടങ്ങാം. അതിൻ്റെ ഉള്ളിൽ ഇവനെ പിടിച്ചത് വെയിലത്തേക്ക് വെച്ചു. ഭയങ്കര പൊടി നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫുൾ പൊടിയായിരുന്നു. ഇന്നലെ ഫുൾ വെള്ളത്തിൽ മുക്കി സോപ്പും പൊടി ഇട്ട് തിരുമ്പി അലക്കി ആളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണങ്ങി കിട്ടണമെങ്കിൽ 3-4 ദിവസം എന്തായാലും എടുക്കും. പിന്നെ ഞാൻ വേഗം മീൻ മുറിക്കാൻ നിന്നു. ഇന്ന് മത്തിയാണ് കിട്ടിയത്. വലുതുമല്ല ചെറുതുമല്ല, അതിൻ്റെ നടുക്കുള്ളൊരു സാധനം. ഇത്ര വലുപ്പമുള്ളതിനെ മുറിക്കാൻ ഒരു രസമില്ലായിരുന്നു കേട്ടോ. പിന്നെ പോരാത്തതിന് ഇത്രയും ദിവസം നോൽമ്പായതുകൊണ്ട് തന്നെ വീട്ടിൽ ഈ ഒരു മീൻ മണം ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു മത്തീൻ്റെ സ്മെല്ല് വന്നപ്പോൾ എനിക്കത് ഒട്ടും പിടിക്കുന്നില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനോ, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം അതൊക്കെ മുറിച്ച് വെച്ചു. മീനൊക്കെ തേച്ച് വെച്ച് കലക്കി വെച്ചാൽ പിന്നെ വലിയ പണിയില്ലല്ലോ, വേഗം പോയിട്ട് മാറ്റാമെന്ന് കരുതി. പക്ഷേ വീണ്ടും എനിക്കൊരു അബദ്ധം പറ്റി. ഈ ഇടാൻ പോകുന്നത് ഉപ്പല്ല കേട്ടോ, പഞ്ചസാരയാണ്. അത് എൻ്റെ അടുത്ത് വന്ന തെറ്റാണ്. കാരണം എനിക്കൊരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ച് ബോട്ടിലാക്കി വെച്ചതായിരുന്നു. അത് ഉപ്പാണെന്ന് കരുതി ഓർമ്മയില്ലാണ്ട് പഞ്ചസാരയാണ് എടുത്ത് ഇട്ടത്. പിന്നെ വീണ്ടും മീനൊക്കെ പിടിച്ച് കഴുകി വീണ്ടും ഉപ്പൊക്കെ ഇട്ട് മസാലയൊക്കെ തേച്ച് അവിടെ സെറ്റാക്കി വെച്ചു. അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് വെച്ചു. മീൻ കറിക്കുള്ളത് കലക്കി വെച്ചു. പൊരിക്കാനുള്ളത് തേച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അതെടുത്ത് പൊരിക്കണം. അങ്ങനെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ വേഗം പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഇതാ മാറ്റാൻ നിന്നു. ഞാൻ ടൗണിലേക്ക് പോകണം എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ ദേവുവിന് വലിയൊരു ട്രിപ്പ് വരുന്നുണ്ട്. കോളേജിൽ നിന്ന് ഒരു 10 days ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അവൾ തിങ്കളാഴ്ച പോകും. തിങ്കളാഴ്ച പോയിട്ട് ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് കുട്ടി വരുള്ളൂ. ശരിക്കും അവളെ മിസ് ചെയ്യും കേട്ടോ. കാരണം ഒരു നേരം ഒരു 3-4 പ്രാവശ്യമെങ്കിലും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഈ ഡാൻസ് തുടങ്ങിയ സമയത്ത്. അപ്പോൾ ഇനി പോയിട്ട് ആൾ വരണ്ടേ. അപ്പോൾ അവൾക്ക് ഒരുപാട് വലിയ പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും ദേവും കൂടെ പോകാമെന്നാണ് പറഞ്ഞത്. പാറു വരാമെന്ന് പറഞ്ഞിരുന്നു, നീനേച്ചിയും വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആരതും ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ അതാ മാറ്റി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നീനേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പാറുവിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് പാറുവിന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ 3 കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. 11:30 11:45 ബസ് ഉള്ളത്. അപ്പോൾ നമുക്ക് കാവിൻ്റെ മുന്നിൽ തന്നെ ബസ് കിട്ടും. അതുകൊണ്ട് വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. നല്ല വെയിലാകും. നീ കഴിഞ്ഞോ?
അപ്പോൾ ഇത് നീനേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് പോട്ടെ. വെയിൽ കൊള്ളണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും നീനേച്ചീൻ്റെ മുറ്റം മുതൽ കാവ് വരെ നടക്കണമല്ലോ, നല്ല വെയിലായിരുന്നു കേട്ടോ. കുടയൊക്കെ പിടിച്ചിട്ടാണ് പോയത്, പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് നല്ല വെയിലായിരുന്നു. ഇവരുടെ മുന്നിലൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ, അതുള്ളപ്പോൾ നല്ല തണലായിരുന്നു, ഇവിടെ മാവായിരുന്നു, അവരത് മുറിച്ചു. അതുകൊണ്ട് തന്നെ ഇവരുടെ കൊലായിൽ പൊട്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ വെയിലാണ്. അങ്ങനെ വാതിലൊക്കെ പൂട്ടി ഞാനും നീനേച്ചിയും കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ. ഈ ചുരിദാർ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, ആരതാ ദേവ്? അങ്ങനെ ബസ് വന്നു. ഈ സമയത്തായതുകൊണ്ട് ഇവിടുന്ന് തന്നെ ബസ് കിട്ടും, അല്ലെങ്കിൽ മാളിക്കടവ് വരെ നടക്കണം. അപ്പോൾ അത്രയും ദൂരം വെയിലും കൊണ്ട് പോകണം, ഇത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കറക്റ്റ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഇറങ്ങുന്നത്. അങ്ങനെ ബസ്സിൽ നിന്ന് നീനേച്ചിക്ക് ഒരു കമ്പനി കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടാളും ഭയങ്കര വർത്താനായിരുന്നു, വർത്താനം പറഞ്ഞ് ഇവിടെ എത്തിയതുപോലെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഞങ്ങളിത് SM-ൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തി. ഇനിയിപ്പോൾ എന്താ ദേവും ചെരുപ്പ് വാങ്ങാനുണ്ട്, പിന്നെ നീനേച്ചിക്ക് എന്തൊക്കെയോ സ്റ്റിച്ചിങ് ഐറ്റംസ് ഉണ്ട്. ഞാൻ മാത്രമാണ് ഇന്ന് ശരിക്കും പുകയായിട്ട് വന്നിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഇതിന് വാങ്ങാനൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ വെള്ളീൻ്റെ ഷോപ്പിലൊന്ന് കയറി, അവിടുന്ന് റിങ് വാങ്ങാണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറി. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി ലക്ഷ്യം വെച്ചിട്ടാണ് പോയത്, പക്ഷെ ബിരിയാണി കഴിച്ചാൽ പിന്നെ നമുക്ക് നടന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു മൂഡേ പോകും, ഉറക്കം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഷവർമയിലേക്ക് മാറ്റിട്ടോ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പെൻഷൻ എടുക്കാൻ വേണ്ടി ഒന്ന് ATM കയറിയതാണ്. ATM-ഉം ദേവും തമ്മിലൊരു യുദ്ധം തന്നെ അവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. CC ക്യാമറ നോക്കിയിട്ട് ഞങ്ങളെ 3 ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകുമെന്ന് വരെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കറക്റ്റ് സമയത്ത് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മാളിക്കടവിലേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം കയറി ഇതാ പോകാൻ നിൽക്കുകയാണ്. മാനാഞ്ചിറയിൽ നിന്ന് ബസ് എടുത്തിട്ടേ ഉള്ളൂ. ഇന്ന് ഫുള്ളായിട്ട് ഞങ്ങൾ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പോയാൽ നല്ല തലവേദനയായിരിക്കും എന്നറിയാം. അപ്പൊ തന്നെ വരാമൊന്നും ഒന്നും വാങ്ങാനില്ല എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ചേച്ചിൻ്റെ കയ്യിലേക്ക് ഒരു സഞ്ചി ചാക്കൊക്കെ ആയിട്ടാണ് വന്നത്. പാവൻ ടൂർ പോകാനുള്ള ദേവുവിൻ്റെ കയ്യിൽ ഒരൊറ്റ കവറേ ഉള്ളൂ. അങ്ങനെ അതാ വെയിലും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ ഒരു സുഖം കേട്ടോ. വീട്ടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു, എല്ലാവരും കിടന്നുറങ്ങിയായിരുന്നു, അതുകൊണ്ട് വീട് മൊത്തം ഒരു സൈലൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ വേഗം വന്നൊന്ന് മുഖമൊക്കെ കഴുകി. ഇനിയിപ്പോൾ എന്തായാലും വിളക്കധികം എന്തായാലും ഒന്നും കൂടെ മെയിൽ കഴുകണം, അതുകൊണ്ട് ഫ്രഷ് ആവാൻ നിന്നില്ല. ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പിന്നെ വേഗം ഒന്ന് അടിച്ച് വരാൻ നിന്ന്. ഞാൻ പോകുമ്പോൾ മുടിയൊക്കെ തൊഴിച്ചിട്ടിട്ടാണ് പോയത്. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്ന്. അല്ലു വരാനുള്ള സമയമായി, അല്ലുവിനെ കൂട്ടാൻ പോയിട്ടുണ്ട്. പിന്നെ ഒന്ന് അടിച്ച് വാരി കഴിയുമ്പോഴേക്കും ഇത് അല്ലു വന്ന് ഇനിയിപ്പോൾ അവനെ മെയിൽ കഴുകി മാറ്റി ഫുഡൊക്കെ കൊടുത്ത് വരുമ്പോഴേക്കും തന്നെ ഒരു നേരമാവും. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മുറ്റടിച്ച് വരാനുണ്ട്, അങ്ങനെ കുറേ പണിയുണ്ട്. അതിനേക്കാളും വലിയൊരു ടാസ്ക് അത്രയ്ക്ക് ഇല ഉണ്ടാവും ഇവിടെ. അപ്പോൾ അത് ഫുള്ള് അടിച്ച് കൂട്ടി തീ ഇടാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വൈകുന്നേരം നടക്കുന്ന വലിയൊരു ടാസ്ക്കാണ്. ആരാ അച്ഛൻ്റെ ബാക്കിൽ TV ഉണ്ട് കിടക്കുന്നത്? ഇരിക്കുക. അല്ലു ഇരുന്ന് നോക്കുക, അല്ലുവിനെക്കാളും വലിപ്പം ഉണ്ടാവും ഇത്. അല്ലുവിടെ അച്ചമ്മി അല്ലും കൂടെ എന്നും ഈവനിങ് റൈഡിന് പോകില്ല. അല്ലു അച്ചമ്മ വാക്കിങ്ങും അല്ലു സൈക്കിൾ റൈഡിങ്ങും. അപ്പം ഞങ്ങൾ അച്ചമ്മനെ തിരഞ്ഞു വരാം. അങ്ങനെ അത് അല്ലു അമ്മയും കൂടെ നടക്കാൻ പോയി. അമ്മ അവിടെ നീനേച്ചീൻ്റെ കൊലായിൽ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. ഇനി രണ്ടാളും കൂടി ഒന്ന് കറങ്ങി സ്ലോ മോഷനിലൊക്കെ ഇനി തിരിച്ചു വരുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പിന്നെ ചെടി നനയ്ക്കും, മുറ്റമൊക്കെ ഒന്ന് നനയ്ക്കണം, ഭയങ്കരമായിട്ട് പൊടി ഉണ്ടാവും. പിന്നെ അടിച്ച് വാരും, തീയിടണം, തിരുമ്പിയത് എടുത്ത് വെക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് റെസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ലെന്ന് വീഡിയോ കാണുമ്പോഴാട്ടോ ഞാൻ ആലോചിക്കുന്നത്. പണികളെല്ലാം ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങോട്ട് പോയി. ഈ വീട്ടിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്ഥലമാണ് ഇതായത്. നമ്മുടെ ഓപ്പൺ ടെറസാണ് ബാക്കിൽ. എപ്പോഴും ഇങ്ങനെയുണ്ടാവുക, കരിയില മൂടിയും കൊണ്ട്. കാരണം ഇവിടെ 2 തേക്കുണ്ട്. ഒരു തേക്ക് ഇപ്പോൾ മുറിച്ചതുകൊണ്ട് കുറച്ച് സമാധാനം. അപ്പോൾ ഈവനിങ് പണികളൊക്കെ കഴിഞ്ഞ് ഇനി പോയിട്ട് ഫ്രഷ് ആവണം, വിളക്ക് എത്തിക്കണം. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു, സമയം 6:30ആയി. വിളക്കൊക്കെ വെച്ചു.
അങ്ങനെ ഈവനിങ് പണികളൊക്കെ കഴിഞ്ഞു. നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ മഴ മൂടിക്കൊണ്ട് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ അല്ലുവിനെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. അവന് നാളെ മലയാളം യൂണിറ്റ് ടെസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെയായി. അപ്പം ഇനി ഞങ്ങൾ പഠിക്കാനൊക്കെ നോക്കട്ടെ. അല്ലുവിന് നാളെ ഏതാ ടെസ്റ്റ്? ഏതാ? മലയാളം യൂണിറ്റ് ടെസ്റ്റ് ആണ്. അപ്പം ഞങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.